എനിക്ക് തോന്നുന്നു കുട്ടികൾ ഫാൻസ് ആയിട്ടുള്ള ആദ്യത്തെ ആയിരിക്കും. കാർട്ടൂൺ ക്യാരക്ടർ പോലെ എന്നെ അവർ ചിത്രീകരിച്ചേക്കുന്നത്. ഈ നെവിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയുന്നത് വെച്ചാൽ ഭയങ്കര എന്റർടൈൻ ചെയ്തിരിക്കുന്നതിനാണ്. അതെ, ബിഗ് ബോസില് ഇങ്ങനെയും ഗെയിം കളിക്കാമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. ഇനി അടുത്ത 8ാമത്തെ സീസണില് വരട്ടെ, ഇങ്ങനെയുള്ള നല്ല നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ. ഉറപ്പായിട്ടും ഞാൻ 8ന്റെ പണി മിക്കവാറും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 8ന്റെ പണി തമിഴ് പഠിക്കുക. ഇനി തമിഴ് ബിഗ് ബോസ്, പിന്നെ ഹിന്ദി ബിഗ് ബോസ്, അങ്ങനെ ബിഗ് ബോസ്. പിന്നെ എനിക്ക് അറിയില്ല ഇനി ബിഗ് ബോസിൽ എനിക്കിനി പോകാൻ പറ്റുന്നറിയില്ല. കാരണം മൂവി ഷൂട്ടിംഗ് ടു ഷൂട്ടിംഗ്, ലൊക്കേഷൻ ടു ലൊക്കേഷൻ. ശരിക്കും എന്റെ പണിയായിട്ട് തോന്നിയോ? എനിക്കൊരു 7ന്റെ മണിയായിട്ടും തോന്നുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനാണ് 7ന്റെ മണിയായിട്ട് തോന്നുന്നത്. കാരണം എന്നെ അടക്കി നിർത്താനായിട്ട് കുറച്ച് പാടായിരുന്നു. അത് പലരും പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ഒരു വെല്ലുവിളിയായിരുന്നു ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ എടുത്ത് ചാടിക്കടിക്കാൻ വേണ്ടി ചെല്ലുന്നതൊക്കെ ഞാനാണെന്നാ തോന്നുന്നത്. ആ തത്തമേനെ കിട്ടിയോ? തത്തമേന തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വഴക്കിട്ടത് അനുമോളിലൊപ്പം. അതെ അതെ. എന്താണ് അനുമോളെ മാത്രം വഴക്കിടാനുള്ള ഒരു കാരണം? അത് ജസ്റ്റ് ലൈക്ക് നമുക്കിപ്പം പല രീതിയിലുള്ള ബോണ്ടിങ് വരും. ഒരു വീട്ടില് നമുക്ക് തല്ലുപിടിക്കും, അങ്ങനെ. ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, അല്ലാതെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്ന സ്ഥലമല്ലല്ലോ. ഇത് റിയാലിറ്റി, റിയൽ ആയിട്ട് നിൽക്കുക. ജനങ്ങളുടെ മനസ്സ് കപ്പടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കപ്പടിക്കാം. അത് ഞാൻ ചെയ്തു. മറ്റേ കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്റെ വായന ഞാൻ നോക്കുമ്പോഴത്തേക്ക് ബൗൺസേഴ്സ് ഒക്കെ എന്റെ ദൈവം. ഞാൻ നോക്കുമ്പോ വേറൊരു സൂപ്പർ സെലിബ്രിറ്റി ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കണം. എന്താ അവിടെ കണ്ട നല്ല പരിചയമുള്ള ഒരു മുഖം. അല്ല, അവിടെ സുധീരയുടെ സ്റ്റാറായി മുത്തൂന്ന് വിളിച്ചേർന്നത്. ഈ ബിഗ് ബോസില് ജെന്യുവനായിട്ട് നിന്നു. അതിലുപരി ഒരു PR ഇല്ലാതെ ആരും ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട്, ജെന്യുവനായിട്ടുള്ള വോട്ട് കൊണ്ട് മാത്രം 3ാം സ്ഥാനത്തെത്തിയ ഒരു വ്യക്തിയാണ്. PR വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കപ്പ് കൊണ്ട് വന്നേ. അത് ചെയ്യാനുള്ള അത് മതി. നെവിൻ പ്രോ എനിക്ക് പ്രോ ഇറങ്ങിയ സമയത്ത് അനീഷേട്ടന് ജയ് വിളിച്ച കണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എന്റെ മനസ്സില് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ അനീഷേട്ടനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ എന്റെ മനസ്സിൽ അനീഷേട്ടനാണ് ജയിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തത്. ഒരു ഡിസർവിംഗ് ആയ വിന്നർ ആണോ ശരിക്കും? ആര്? അനുമോൾ ഒബിയസ്ലി ഡിസർവിംഗ് ആയതുകൊണ്ട് ഇവിടുന്ന് പോണേന്റെ മുന്നുള്ള നെവിനാണോ ഇപ്പൊ? ഞാൻ പോയ നെവിൻ തന്നെയാണ് തിരിച്ചു വന്ന നെവിൻ. പ്രത്യേകിച്ച് എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്തെങ്കിലും മെസ്സേജ് നെവിനോട് ഒരു പ്രത്യേക സ്നേഹമുള്ള ഇതൊക്കെ എല്ലാം അറിഞ്ഞു. ഇത് ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ പല ചെറുപ്പകാലം എന്റെ ഒരു ഫേസ്. അപ്പം ലാലേട്ടൻ ഇനി ഡ്യൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെറുപ്പകാലത്തിന് എന്നെ ആയിരിക്കും വിളിക്കാൻ സാധിക്കും. കാരണം ലാലേട്ടന്റെ ആ ഒരു ഭംഗി. ബിഗ് ബോസ് അല്ലോ, ഞാൻ മാറ്റി പറഞ്ഞു. ലാലേട്ടന് പിറക്കാണ്ട് പോയ മോനാണ് ഞാൻ. ഓക്കെ, അതൊന്ന് കത്തിച്ചോളൂ. എന്തെങ്കിലും എന്തെങ്കിലും മെസ്സേജ് സമൂഹത്തിന് കൊടുക്കണ്ടോ? സമൂഹത്തിന് കൊടുക്കാനുള്ളത് ഉറപ്പായിട്ടുണ്ട്. സോറി, നമ്മള് മൈക്ക് ഓക്കെ നമ്മള് റിയൽ ആയിട്ട് നിൽക്കുക. പിന്നെ എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണ്. പലർക്കും പല രീതിയിലുള്ള യുണീക്നെസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോ നമ്മൾ ഒരാളുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് അവരുടെ ഉള്ളിലെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് പലപ്പോഴും ഈ ബുള്ളിങ് കൊണ്ടിട്ട് പോകുന്നതുകൊണ്ട് പലർക്കും ആ ഒരു കഴിയുടെ കോൺഫിഡൻസ് അവർ താഴ്ത്തേക്ക് വരുന്നു. എനിക്കെന്താ ഭാഗ്യം കൊണ്ട് തൊലിക്കിട്ടുള്ളതുകൊണ്ട് ഞാൻ ബിഗ് ബോസിലെത്തി. ഭയങ്കര സന്തോഷം. ഞാനൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. പിന്നെ എഡ്യൂക്കേഷൻ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. വളർന്നു വരുന്ന എല്ലാ പെൺകുട്ടികളും ഉറപ്പായിട്ടും നന്നായിട്ട് അതായത് സ്ത്രീധനത്തിനെക്കാട്ടിയും കൂടുതൽ എഡ്യൂക്കേഷൻ ആണ് അവരുടെ ഏറ്റവും വലിയ സ്ത്രീധനം. ബി എ ക്വാളിറ്റി പിന്നെ എല്ലാവരും മാത്രമല്ല എല്ലാ യങ്സ്റ്റേഴ്സും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരുടെ ടാലന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടത്തെ നാട്ടിലെ മുറിമൂക്കൻ രാജാവായിട്ട് ജീവിക്കാം. സോ യെസ്, ദാറ്റ്സ് മീ. സൈനിങ് ഓഫ്. അത്
നമുക്കറിയാം നമ്മള് ഒരു മനസ്സിൽ തട്ടിയിട്ടാണ് പറഞ്ഞത് പല കാര്യങ്ങളും. ഒന്നുമില്ലാതിരുന്ന എന്നെ ഒരു സ്കൂളില് ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോയത് സുധീരേട്ടാണ്. അപ്പം അന്ന് ഞാൻ പറഞ്ഞു. അന്ന് എന്റെ വാല്യൂ സുധീരേട്ടൻ മനസ്സിലാക്കി. അന്ന് മനസ്സിലായി 1.5 വർഷം മുമ്പുള്ള കാര്യമാണ് അല്ലേ? ഒരു വർഷത്തിന് 1 ഇയർ ആയിട്ടില്ല. 1 ഇയർ ആണ്. 1 ഇയർ ആയിട്ടില്ല. അന്ന് ബിഗ് ബോസിനെ പറ്റി മനസ്സിൽ പോകുന്നില്ല. ചിന്തിച്ചിട്ടില്ല. പക്ഷെ പുതിയൊരു അധ്യായം തുറന്നു കൊടുത്തു അതെ. അല്ലെ? ഇനി ഇതുപോലെ ഒരുപാട് പേര് വരും. ഇനി എടുക്കാൻ സന്തോഷം. അതിനി ഇടയ്ക്ക് ലൈവില് വരാം ഞാൻ. മാവാട്ടിക്കുട്ടിയെ തന്നെ കുട്ടിയെ ഞാൻ രാവിലെ വാട്സാപ്പ് തുറന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു കൂട്ടക്കാഴ്ച, അതും കുട്ടികളുടെ